തിരുവനന്തപുരത്ത് യുവതിയുടെ ഫോട്ടോയും ഫോൺ നമ്പറും അശ്ലീല വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ച സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുക്കാതെ പോലീസ്. കാട്ടാക്കട സ്വദേശിനിക്കാണ് പോലീസ് നീതി നിഷേധിച്ചത്. പരാതി നൽകിയ യുവതിയെയും പ്രതിയെയും വിളിച്ചു വരുത്തി പരാതി ഒത്തുതീർപ്പാക്കണമെന്നാണ് സിഐ ആവശ്യപ്പെട്ടത്. തുടർന്ന് യുവതി തിരുവനന്തപുരം റൂറൽ എസ്പിക്ക് പരാതി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ജനുവരി 25-ന് സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് പോയപ്പോൾ എടുത്ത ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നാണ് ചിത്രം എടുത്തതെന്ന് യുവതി കാട്ടാക്കട പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇന്ത്യയിൽ നിരോധിച്ചതും വിദേശ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ളതുമായ അശ്ലീല വെബ്സൈറ്റിലാണ് യുവതിയുടെ ഫോട്ടോയും വയസ്സും ഫോൺ നമ്പറും യുവാവ് പ്രചരിപ്പിച്ചത്. തുടർന്ന് പല രാജ്യങ്ങളിൽ നിന്നും യുവതിക്ക് വാട്സപ്പിൽ അശ്ലീല മെസ്സേജുകൾ വന്നിരുന്നു. ആദ്യം നമ്പർ തെറ്റി വന്നതാകാമെന്ന് കരുതി നമ്പറുകൾ ബ്ലോക്ക് ചെയ്തെങ്കിലും വീണ്ടും ഇത്തരം സന്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നു. പിന്നാലെ വിദേശത്തുള്ള ഭർത്താവിനെ വിവരം അറിയിക്കുകയും ഇത്തരത്തിൽ വെബ്സൈറ്റിൽ ഫോട്ടോ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടെത്തുകയും ചെയ്തു. ജനുവരി 31-ന് സൈബർ പോലീസിലും ഫെബ്രുവരി 1-ാം തീയതി കാട്ടാക്കട പോലീസിലും ഇത് സംബന്ധിച്ച് യുവതി പരാതി നൽകി. പ്രതികളിൽ ഒരാളുടെ പേരും വിശദാംശങ്ങളും പോലീസിന് കൈമാറുകയും ചെയ്തു. മാത്രമല്ല, സംശയമുള്ള മറ്റ് പ്രതികളെ ചോദ്യം ചെയ്യാനും യുവതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗുരുതരമായ സൈബർ കുറ്റം നടന്നിട്ടും പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന് യുവതി പറയുന്നു. അവന്റെ സ്വാധീനത്താൽ സിഐയെ കയ്യിലെടുത്ത് ഒരു പെറ്റി കേസിലെ പ്രതിയെ ചോദ്യം ചെയ്യുന്ന ഒരു ലാഘവം പോലും ഇല്ലാതെ വളരെ നിസ്സാരമായി ഫ്രണ്ട്ലി ആയിട്ടാണ് ആ സാറ് ചോദിച്ചത്. കോംപ്രമൈസിന് തയ്യാറാവാനാണ് പിന്നെ എന്നെ നിർബന്ധിച്ചത്. എനിക്ക് നീതി കിട്ടണം. എനിക്ക് 10-16 വയസ്സായ ഒരു മോളുള്ളതാണ്. നാളെ ആ കുട്ടിക്ക് ഒരു കല്യാണ ആലോചനയും കാര്യങ്ങളും വരും. എന്റെ മോളുടെ ഭാവിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നിയമയുദ്ധത്തിന് ഇറങ്ങിയത്. ഇതിനിടെ പ്രതിയും കുടുംബാംഗങ്ങളും യുവതിയുടെ വീട്ടിലെത്തി കുറ്റസമ്മതം നടത്തുകയും മാപ്പ് നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തതായി യുവതിയുടെ ബന്ധുക്കളും പറയുന്നു. ഇക്കാര്യവും കാട്ടാക്കട സിഐ അറിയിച്ചിരുന്നു. എന്നാൽ നടപടി സ്വീകരിക്കുന്നതിന് പകരം കേസ് ഒത്തുതീർപ്പാക്കാനാണ് കാട്ടാക്കട സിഐ നിർദ്ദേശിച്ചത്. തുടർന്നാണ് തിരുവനന്തപുരം റൂറൽ എസ്പിക്ക് പരാതി നൽകിയത്. അതേസമയം പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച കാട്ടാക്കട സിഐക്കെതിരെ ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് യുവതിയുടെ ബന്ധുക്കൾ അറിയിച്ചു. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയും വിവിധ തലങ്ങളിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു വരുന്നതിനിടെയാണ് IT ആക്ട് പ്രകാരം 3 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റം ഒത്തുതീർപ്പാക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിക്കാരിയെ നിർബന്ധിച്ചതായി പരാതി ഉയരുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.